മഹാരാഷ്ട്രയിലെ ചരിത്രപ്രസിദ്ധമായ തീരദേശ കോട്ടയുടെ പേരിലുള്ള INS അർണാല 77 മീറ്റർ നീളമുള്ള ഒരു യുദ്ധക്കപ്പൽ. 1490 ടണ്ണിലധികം ഭാരമുണ്ട്. ഡീസൽ എഞ്ചിൻ വാട്ടർ ജെറ്റ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഇന്ത്യൻ നാവിക കപ്പൽ. കപ്പലിന്റെ മുദ്രാവാക്യം ദേവനാഗരി ലിപിയിൽ അർണവേ ശൗര്യം എന്ന കപ്പലിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. അർണവേ ശൗര്യം എന്നാൽ സമുദ്രത്തിന്റെ ശൗര്യം എന്നാണ് അർത്ഥം. അർണാലയുടെ 80% തദ്ദേശീയമായ ഉള്ളടക്കമാണ്. ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, L&T, മഹേന്ദ്ര ഡിഫൻസ്, MEIL തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾ സംയോജിപ്പിച്ച സംവിധാനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. നിർമ്മാണ പ്രക്രിയയിൽ 55-ൽ-അധികം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ആഭ്യന്തര പ്രതിരോധ നിർമ്മാണ ആവാസ വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുന്ന ഒന്നാണ്. വിവിധ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കപ്പലാണത്. ഉപരിതല നിരീക്ഷണം, പ്രതിരോധം, മറ്റ് സമുദ്ര പ്രവർത്തനങ്ങൾ, തിരയൽ, രക്ഷാദൌത്യങ്ങൾ എന്നിവയ്ക്ക് പ്രാപ്തമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ആന്റി സബ്മറൈൻ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ആണ് INS അർണാല. പ്രമുഖ ഇന്ത്യൻ പ്രതിരോധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നൂതന സംവിധാനങ്ങളാണ് ഈ യുദ്ധക്കപ്പലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊൽക്കത്തയിലും കാട്ടുപള്ളിയിലും സ്ഥിതി ചെയ്യുന്ന കപ്പൽ ഉൽപാദന ഡയറക്ടറേറ്റിന്റെയും യുദ്ധക്കപ്പൽ മേൽനോട്ട സംഘങ്ങളുടെയും മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. മെയ് 8-ന് കപ്പൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറി. കൊൽക്കത്തയിലെ ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ആണ് ഇത് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചത്. പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ L&T ഷിപ്പ് ബിൽഡേഴ്സുമായി സഹകരിച്ചായിരുന്നു നിർമ്മാണം. 80%-ലധികം തദ്ദേശീയ ഭാഗങ്ങളോടെയാണ് യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷയിൽ സ്വാശ്രയത്വം കൈവരിക്കുക എന്ന ഇന്ത്യൻ നാവികസേനയുടെ ലക്ഷ്യമാണ് അർണാലയിലൂടെ സാക്ഷാത്കരിക്കുന്നത്. ഇന്ത്യയുടെ സമ്പന്നമായ സമുദ്ര പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന യുദ്ധക്കപ്പലിന് മഹാരാഷ്ട്രയിലെ വസായിലെ ചരിത്രപ്രസിദ്ധമായ അർണാല കോട്ടയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. കപ്പലിന്റെ മുദ്രാവാക്യം ദേവനാഗരി ലിപിയിൽ അർണവേ ശൗര്യം എന്ന് ആലേഖനം ചെയ്തിട്ടുണ്ട്. കപ്പലിന്റെ പ്രവർത്തന നൈതികതയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. 1737-ൽ മറാത്തക്കാർ നിർമ്മിച്ച ഈ കോട്ട വൈതർണ നദീമുഖം നിരീക്ഷിക്കുന്നതിനും വടക്കൻ കൊങ്കൺ തീരത്തെ പ്രതിരോധിക്കുന്നതിനുമായി തന്ത്രപരമായി സ്ഥിതി ചെയ്യുന്നു. കപ്പലിന്റെ രൂപകൽപ്പന അതിന്റെ ശക്തമായ നിർമ്മാണത്തിലൂടെയും സമുദ്ര പ്രതിരോധത്തിൽ പ്രതിരോധ ശേഷിയും ശക്തിയും ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള നൂതന കഴിവുകളിലൂടെയും ഈ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്നു. കപ്പലിന്റെ ചിഹ്നത്തിൽ നീല പശ്ചാത്തലത്തിൽ സ്റ്റൈലൈസ് ചെയ്ത ഒരു ഓർഗർ ഷെല്ലുണ്ട്. ഇത് വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളിൽ പ്രതിരോധശേഷി, ജാഗ്രത, ആധിപത്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. സർപ്പിൾ ആകൃതിയിലുള്ളതും ബലപ്പെടുത്തിയതുമായ ഘടനയ്ക്കും കൃത്യതയുള്ള അഗ്രത്തിനും പേരുകേട്ട ഓർഗർ ഷെൽ വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷങ്ങളിലെ പ്രതിരോധശേഷി, ജാഗ്രത, അതിജീവനം, ആധിപത്യം എന്നിവയെ പ്രതീകപ്പെടുത്തുന്നു. സമുദ്രത്തിന്റെ നിരന്തരമായ ശക്തികളെ ചെറുക്കാനും ലക്ഷ്യത്തിൽ കൃത്യമായ ആയുധങ്ങളോടെ കുറ്റമറ്റ അന്തർവാഹിനി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനും വേണ്ടി നിർമ്മിച്ച കപ്പലിന്റെ സത്തയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. അർണാല കമ്മീഷൻ ചെയ്യുന്നത് ഇന്ത്യൻ നാവികസേനയുടെ തീരദേശ പ്രതിരോധ ശേഷിയിൽ ഒരു പരിവർത്തന നിമിഷമായിരുന്നു. കൂടാതെ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ സമുദ്ര സുരക്ഷയിൽ സ്വാശ്രയത്വം എന്ന വിശാലമായ ലക്ഷ്യത്തെ അർണാല പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.